സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ശബരിമല യുവതീ പ്രവേശന വിഷയമുണ്ടോ? നേരത്തെ നൽകിയ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാരിന് പിൻവലിക്കാനാകുമോ? ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ 67 ഹർജികളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 60ഓളം ഹർജികളും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടവയാണ്. ദാവൂദി വോറ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ചേലാകർമ്മം, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാർസി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം, മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള ഹർജികൾ. 7 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. 1. ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച വകുപ്പുകളും തുല്യതയും സംബന്ധിച്ച വകുപ്പുകളും തമ്മിലുള്ള ബന്ധം. 2. മതസ്വാതന്ത്ര്യം സംബന്ധിച്ച 25(1) വകുപ്പിലെ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നത് വിവക്ഷിക്കുന്നത് എന്താണ്? 3. ധാർമ്മികത, ഭരണഘടനാ ധാർമ്മികത എന്നീ പ്രയോഗങ്ങൾ ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല. ഇത് മൊത്തത്തിലുള്ള ധാർമ്മികതയാണോ അതല്ല മതവിശ്വാസവുമായി ബന്ധപ്പെട്ടത് മാത്രമാണോ? 4. ആചാരങ്ങൾ മതത്തിൻ്റെ അല്ലെങ്കിൽ വിഭാഗത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത രീതിയാണോ എന്നത് കോടതിക്ക് എത്രമാത്രം പരിശോധിക്കാം? അത് മതമേധാവിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടതാണോ? 5. മതസ്വാതന്ത്ര്യം സംബന്ധിച്ച വകുപ്പിലെ 25(2)(b)യിൽ പറയുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? 6. ഒരു മതത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത മതാചാരങ്ങൾക്ക് ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച 26-ാം വകുപ്പിൻ്റെ സംരക്ഷണമുണ്ടോ? 7. മതപരമായ ആചാരങ്ങളെ ആ മതത്തിലോ വിഭാഗത്തിലോ പെടാത്ത വ്യക്തി പൊതുതാൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം അനുവദിക്കണം? ഇതിനു പുറമെ 1965 കേരള പൊതു ആരാധനാ സ്ഥല പ്രവേശന അനുമതി ചട്ടങ്ങൾ ശബരിമല ക്ഷേത്രത്തിന് ബാധകമാണോ എന്ന കാര്യം 9-അംഗ ബെഞ്ചിന് പരിഗണിക്കാമെന്നും 5-അംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളുടെ നിലപാട് 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ അറിയിക്കാം. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് അത് പരിഗണിക്കുകയും ചെയ്യാം. മുമ്പ് പറഞ്ഞ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ വിലക്കുമില്ല. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.